ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. പൂക്കോക്ക്, PHUQUOC, പൂക്കോക്ക്. നമ്മൾ മലേഷ്യയിൽ കോലാലംപൂരിൽ നിന്ന് അടുത്തേക്ക് പൂക്കോക്കിലോട്ട് പോകാം. നമ്മുടെ 3 രാജ്യം ഒരു ഐലൻഡ് എന്ന് പറയുന്നതിൽ ഈ ഐലൻഡാണ് പൂക്കോക്ക്. പക്ഷേ നിങ്ങൾ ഈ പൂക്കോക്കിലോട്ട് മാത്രം 10 ദിവസം യാത്രയും കുഴപ്പമില്ല. പൂക്കോക്ക് ഒരു ആധുനിക രീതിയിൽ ഒരു സ്ഥലത്തിന് കൃത്രിമമായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയൊരു സ്ഥലമാണ്. നമ്മുടെ മലേഷ്യയിൽ, സിംഗപ്പൂരിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകളുള്ള, ഒരുപാട് പ്രോപ്പർട്ടീസുള്ള സൺ ഗ്രൂപ്പും പിന്നെ വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ കേബിൾ കാറും. മലേഷ്യയിൽ ജെന്നി ഹൈലാൻഡ്, സിംഗപ്പൂരിലുണ്ട് അവർക്ക് പ്രൊജക്റ്റ്. ഈ 2 ഗ്രൂപ്പാണ് ഈ പൂക്കോക്കിന് 2 സൈഡിലായിട്ട്, ഒരു ലെഫ്റ്റും റൈറ്റും എന്ന് പറയാം, അങ്ങനെ 2 സ്ഥലത്തായിട്ട് പൂക്കോക്ക് സെറ്റാക്കിയിരിക്കുന്നത്. പൂക്കോക്കിൽ നിങ്ങൾ നമ്മുടെ ഈ 3 രാജ്യം ഒരു ഐലൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ പൂക്കോക്കത്തേക്ക് നിങ്ങൾക്ക് വിസ വേണം. ഇല്ല, ഇപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ നിന്നാണ് നിങ്ങളുടെ ഒരു പൂക്കോക്ക് യാത്ര സ്വന്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലേഷ്യയിൽ നിന്ന് നേരെ പൂക്കോക്കിലോട്ട് പോകാം. വിസ ആവശ്യമില്ല. തിരിച്ചതേപോലെ മലേഷ്യയിലേക്ക് എൻട്രി വെച്ച് പോകാം. ബാക്കി നമുക്ക് വിയറ്റ്നാമിൽ ഒരു രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പൂക്കോക്ക് നിങ്ങൾക്കൊരു 7 ദിവസത്തേക്ക് ഒരു ഹണിമൂൺ പാക്കേജോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പോ, ഒരു പ്രീമിയം ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. തീർച്ചയായിട്ടും ഒരു മലയാളിക്ക് തീർച്ചയായിട്ടും പോകാനും ആസ്വദിക്കാനും പറ്റിയ, ഫാമിലിയോട് കൂടി പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏകദേശം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം ഇത് പുതിയ രീതിയിൽ പണിത ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അത് വളരെ വലിയ നിലവാരത്തിലാണ് പണിതിരിക്കുന്നത്. ഈ 2 ഗ്രൂപ്പും ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഇത് പണിതിരിക്കുന്നത്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്ക് വിൻ വണ്ടർ എന്ന് പറയുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അത് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇതിൽ മേളിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ സൺ ഗ്രൂപ്പിന് ഒരു പാർക്കുണ്ട്. അത് കേബിൾ കാറിൽ പോയി കടലൊരു 3-4 ഐലൻഡ് ടച്ച് ചെയ്തിട്ടാണ് ആ പാർക്കിലോട്ട് പോയി ഇറങ്ങുന്നത്. ഇതും ഉഗ്രൻ പാർക്കാണ്, ഉഗ്രൻ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. പിന്നെ നൈറ്റ് സഫാരി ഉണ്ട്. പിന്നെ ഒരു കിസ്സിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാണേണ്ട സ്ഥലങ്ങളാണ് മുഴുവൻ. അവിടുത്തെ ഒരാഴ്ച ഒരു മലയാളിക്ക് പോരാതെ, ഒരു ദിവസം യാത്ര, ഒരു ദിവസം തിരിച്ച് യാത്ര, ഒരു 5 ദിവസത്തേക്ക് മലയാളി തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് പൂക്കോക്ക്. പൂക്കോക്കിലേക്ക് ട്രാൻസ്പോർട്ടിങ് അവിടെ നിങ്ങൾക്ക് എവിടെ പോകാനും ഈ വിൻ വണ്ടർ എന്ന് പറഞ്ഞുള്ള വിൻ ബസ് തന്നെയുണ്ട്. അത് ഫ്രീ ആണ് നിങ്ങൾക്ക്. വിൻ ബസ് നിങ്ങൾക്ക് അവരുടേതായ സ്റ്റോപ്പുണ്ട്. നമ്മളെ ഈ നാട് പോലെയല്ല, എല്ലാ നാട്ടിലും സ്റ്റോപ്പിൽ മാത്രമേ ബസ് നിർത്തുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റോപ്പുകൾ ഒരു 500 മീറ്ററിലൊക്കെ ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ എല്ലാ സ്റ്റോപ്പിലും ബസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ബസ് പോകത്തുള്ളൂ. ആ ബസ് നമുക്ക് ഫ്രീ ആണ്. 24 hours ആ ബസ് ഉപയോഗിക്കാം. അത് സൺ ഗ്രൂപ്പിലോട്ട് ആ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും അവരെ ബസ്സും ഫ്രീ ആണ്. എയർപോർട്ടിൽ നിന്ന് തന്നെ ഈ ബസ് ഫ്രീ ആണ്. നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള അത്രയും ദൂരം ഫ്രീ ആണ്. തിരിച്ചിങ്ങ് എയർപോർട്ട് വരെ ഫ്രീ ആണ്. പൂക്കോറ്റിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് നമുക്ക് 100% ഫ്രീ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ ക്രാബ് ബുക്ക് ചെയ്യുക. നിങ്ങൾ ചെറിയ ലോക്കൽ ട്രിപ്പൊക്കെ ക്രാബ് എടുക്കുക. നിങ്ങൾ ഡയറക്റ്റ് ഒരു വണ്ടിയും പിടിക്കാതിരിക്കുക. ഒരു രാജ്യത്തും നമ്മൾ ഡയറക്റ്റ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം. അവിടെ നമ്മുടെ റൂം വാടക, ഇത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിട്ടുള്ള ടൂറിസത്തിന്. നമ്മളത് മാതൃകയാക്കേണ്ട, കാണേണ്ട നാടാണ്. നമ്മുടെ കേരളമൊക്കെ എത്രമാത്രം ഈ രീതിയിൽ കൊണ്ടുവരാന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പൂക്കോക്ക്. പൂക്കോക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അവിടുത്തെ ആൾക്കാർ ഇന്നും ആ നിലവാരത്തിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. കാരണം അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പൂക്കോക്കിലോട്ട് 2 ഗ്രൂപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. അവിടെ അത്രത്തോളം തന്നെ ഹോട്ടൽസ്, പ്രോപ്പർട്ടീസ് അത്രത്തോളം തന്നെ ഉണ്ട്. റൂം വാടക കുറവാണ്. 7 സ്റ്റാർ ഫെസിലിറ്റി. അതായത് ബാലിയിൽ നമുക്കൊരു ദിവസം 3.5 ലക്ഷം രൂപ വരെ ഉപയോഗിച്ച് റൂം റെൻറ്റുള്ള ഹോട്ടൽസ് 4000-5000 രൂപയ്ക്ക് ഈ കടലിൽ ഹട്ട് മാതിരി നമ്മൾ ഹണിമൂൺ പാക്കേജിനുള്ള ഹോട്ടൽസ് കിട്ടും. നിങ്ങൾ ഗോബിഗോൾ സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ പൂക്കോക്കിലോട്ട് കോലാലംപൂരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 6000 മുതൽ 7000 രൂപ വരെയാണ് ഫ്ലൈറ്റ് വരിക. എയർ ഏഷ്യ ഉണ്ട്, ഒരുപാട് ചെറിയ ലോക്കൽ സർവീസ് ഫ്ലൈറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുക. പൂക്കോക്കിൽ പോകുക. ഫസ്റ്റ് ദിവസം ചെക്ക് ഇൻ ആകുക. നിങ്ങൾ റൂം എടുക്കുമ്പോഴത്തേക്കും 2 സ്ഥലങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. ഒന്ന് ലോങ് ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ആ ലോങ് ബീച്ചിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 സ്ഥലത്തോട്ട് പോകാനും ഒരേ ദൂരമാണുള്ളത്. അപ്പോൾ ലോങ് ബീച്ചിൽ റൂം എടുക്കാൻ നോക്കുക. ഒരു സാധാരണ നമുക്കൊരു വൈബ് വേണമെന്നുണ്ടെങ്കിൽ രാത്രി കുറച്ച് നൈറ്റ് ഫുഡും നൈറ്റ് സ്ട്രീറ്റും
അങ്ങനത്തെ വൈബൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ബീച്ചിലെടുക്കുക. ലോങ് ബീച്ച് മീൻസ് നമ്മുടെ ഒരു നമ്മൾ ഈ മലേഷ്യയിൽ നമ്മുടെ ഈ ബുക്കിറ്റ് ബിന്ദാങ് നമ്മൾ തായ്ലാൻഡ് പോലെയൊക്കെ നൈറ്റ് സ്ട്രീറ്റുള്ള സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുക, സൺ വേൾഡിൽ നിങ്ങൾ റൂം എടുക്കാൻ നോക്കുക. സൺ വേൾഡിൽ തന്നെ റൂം എടുക്കാൻ അവരെ പ്രോപ്പർട്ടി എടുക്കണ്ട, നിങ്ങൾ നിയർ സൺ വേൾഡ് നോക്കുക. സൺ വേൾഡിൽ നിങ്ങളുടെ ജീവിതം ഒരു ഏറ്റവും പ്രീമിയം ലെവലിൽ നിങ്ങൾക്കൊരു 3-4 ദിവസത്തെ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാനുണ്ട്. അത് നമുക്ക് ചെറിയ പൈസയിൽ യൂറോപ്യൻ നിലവാരത്തിൽ പാരീസിലോ മറ്റോ നമ്മൾ പോയി ഒരു ടൂർ പോയിട്ട് വരുന്ന എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾക്ക് സൺ വേൾഡിനുള്ളിലുണ്ട്. നിങ്ങൾ അവിടെ അല്ല വിൻ വേൾഡ് നിങ്ങൾ ഈ വിൻ പ്രോപ്പർട്ടീസിലെടുക്കുക. വിൻ പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് കുറച്ച് അവിടുത്തെ പാർക്കും അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. നിങ്ങൾക്ക് ടൗൺ ഫീൽ കിട്ടില്ല. ഈ സൺ വേൾഡ് നിയർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പൂക്കോക്കിൽ. സൺ വേൾഡിന് നിയർ നിങ്ങൾ റൂം എടുക്കുക, 7 ദിവസത്തേക്ക് യാത്ര ചെയ്യുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഹണിമൂൺ ട്രിപ്പോ നിങ്ങൾ ഫാമിലി ട്രിപ്പോ നിങ്ങൾക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നാടാണ് പൂക്കോക്ക് കണ്ടിരിക്കേണ്ട നാടാണ്. ഇനി വരുന്ന ടൂറിസം എത്രത്തോളമാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം ടൂറിസത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, ഏതൊക്കെ നാട് മുൻകാലങ്ങളിൽ ഈ കടലും അതും മറ്റു കാര്യങ്ങളും മാത്രമുള്ള ഒരു പാരമ്പര്യ ടൂറിസമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കൃത്രിമമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ എത്രത്തോളമാണ് ഒരു നാട് വളരെ വേഗം ടൂറിസത്തിലോട്ട് വരിക എന്നുള്ളത് നമ്മൾ പൂക്കോക്ക് കാണേണ്ടത് തന്നെയാണ്. അവിടുത്തെ എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ വെറും 2 ഉദ്യോഗസ്ഥരാണുള്ളത്. ചെറിയ എയർപോർട്ടാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇമിഗ്രേഷൻ നേരെ പുറത്തോട്ട് ആകെ ഒരു 200 മീറ്റർ ഗ്യാപ്പിലാണ് ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത്. ഒരു ചെറിയൊരു പ്രോപ്പർട്ടി, പക്ഷേ വലിയ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഈ 2-3 വർഷമായിട്ട് വലിയ രീതിയിൽ എയർപോർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. പൂക്കോക്ക് കണ്ടിരിക്കേണ്ട നാട് തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് ദിവസം ചെക്ക് ഇൻ ചെയ്യുക. രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ദിവസം ചെക്ക് ഇൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ലോങ് ബീച്ചിലാണ് നിങ്ങൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോവുക. പിറ്റേ ദിവസം രാവിലത്തേക്ക് നിങ്ങളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തിരഞ്ഞെടുക്കുക. വിൻ വണ്ടർ എന്നൊരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ അന്ന് നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം രാവിലെ കിസ്സിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സൺ വേൾഡിലൊരു കിസ്സിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ പോവുക. ഒരു ഈവനിങ് വരെ അവിടെ സ്പെൻഡ് ചെയ്യുക. അവിടെ തന്നെ ബുക്കിംഗ് ഓഫീസ് ഉണ്ടാവും ഈ ലോങ് ബീച്ചിൽ. അവിടെ നിന്ന് നൈറ്റ് സഫാരി എടുക്കുക. നമുക്കൊരു മ്യൂസിയം, അത് നമ്മുടെ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി കണക്ക് മൃഗങ്ങൾ ഗ്ലാസ് വണ്ടിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാം. മൃഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു പ്രീമിയം ഒരു മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. ഒരു മൃഗശാല നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ ദിവസം അതുപോലെ തന്നെ സൺ വേൾഡിലോട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു റിസോർട്ട് ടൂറിസമാണ്. ഈ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്നത് അവിടെ എല്ലാം മാക്സിമമാണ്. ഒന്നും മിനിമം അവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, എല്ലാം മാക്സിമം. വലിയ ഗ്രൂപ്പുകൾ, വലിയ പ്രോപ്പർട്ടീസ് ലോകം മൊത്തം നടത്തുന്ന ആൾക്കാർ, അവരുടെയൊക്കെ പ്രസൻസ് ആ നാട്ടിലുണ്ട്. അവരൊക്കെ പുതിയൊരു പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെയാണ് അവർ എത്രത്തോളം മാനസികമായിട്ട് ഒരു പുതിയ പ്രോപ്പർട്ടി അതായത് ഇപ്പോൾ ഞാനൊരു കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനിയൊരു കമ്പനി നടത്തുകയാണെങ്കിൽ അതിൽ ഇന്ന കുറവുകൾ തീർത്ത് വേണം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കും. അതുപോലെ ആ പ്രോപ്പർട്ടീസ് നടത്തുന്ന ലോകത്തെ എല്ലാ സ്ഥലത്തും പ്രോപ്പർട്ടീസുള്ള ബ്രാൻഡഡ് ഹോട്ടലുകാർ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും കൊണ്ട് ഇവിടെ കൊണ്ട് മുതൽ മുടക്കിയിരിക്കുക. അത്രത്തോളം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങളൊരു 3 ദിവസം നമ്മൾ ടൂറിൻ്റെ ഭാഗമായിട്ടൊരു 3 ദിവസം നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം. മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് നേരെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് വിയറ്റ്നാമിൽ ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ യാത്ര പോകുന്നത്. അവിടുത്തെ വിസ ആവശ്യമാണ്. നമ്മൾ തിരിച്ച് നിങ്ങളൊരു പൂക്കോക്ക് മാത്രം എടുത്ത് വരണമെങ്കിൽ നമുക്ക് വിസയുടെ ആവശ്യമില്ല. കൊച്ചി നേരെ കോലാലംപൂർ ഫ്ലൈറ്റ് വരിക, കോലാലംപൂരിൽ നിന്ന് നേരെ ഈ പൂക്കോക്കിൽ വരാം. തിരിച്ചതേപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല. അപ്പോൾ 3 ദിവസം നിങ്ങൾക്ക് ഏറ്റവും ആഘോഷിക്കാൻ പറ്റിയ ഈ ഏഷ്യൻ കൺട്രിയിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു നാടാണ് പൂക്കോക്ക്. അത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക്. കഴിയുന്നതും പൂക്കോക്കിൽ തനിയെ പോയാലും നിങ്ങൾക്കതൊരു വേസ്റ്റ് എന്ന് പറയാൻ സംഭവമേ ഇല്ല. നിങ്ങൾക്കത് ആ ഒരു യാത്ര നിങ്ങൾ വളരെ ആസ്വദിക്കും. നിങ്ങൾ സൺ വേൾഡിൽ സ്റ്റേ ചെയ്യാൻ നോക്കുക കഴിയുന്നതും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ലോങ് ബീച്ചിൽ സ്റ്റേ എടുക്കാൻ നോക്കുക. കാരണം ഏതൊരു ടൂറും നമുക്ക് ആസ്വാദികരമാക്കുന്നത് നൈറ്റ് ലൈഫാണ്. നൈറ്റ് ലൈഫ്, ഫുഡ് സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ വീണ്ടും പിറ്റേ ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് ഈ നൈറ്റ് ലൈഫാണ്. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയ 2 പ്രീമിയം സ്ഥലമാണ്. അതിൽ ഫസ്റ്റ് സ്ഥലം നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് സൺ വേൾഡിൽ നമുക്ക് രാത്രി ഒരു
ഒരു ഒരു വാട്ടർ ഷോ ഉണ്ട്, അത് കാണേണ്ട ഷോയാണ്. അത് നമുക്ക് സിംഗപ്പൂരിൽ ഒരു സന്തോഷ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ ആ ഷോ നടത്തുന്നുണ്ട്. ആ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. അവർ മാക്സിമം ആ ഷോക്കിന് എത്രത്തോളം ഷൈനിങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഷൈൻ ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം അവിടെ നടത്തുന്നത്. അതുകൊണ്ട് പൂക്കോക്ക് നിങ്ങൾ കണ്ടിരിക്കേണ്ട രാജ്യം തന്നെയാണ്. ഞാൻ എന്നോട് വീഡിയോസൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കഴിയുന്ന നേരിട്ട് പോവുക, കാണുക, എൻജോയ് ചെയ്യുക.